Check it. Check it. 2023 എൻ്റെ ഫസ്റ്റ് കോളേജ് ഡേ ആണ്. ഇപ്പം ഇന്ന് January 5th, ടൈം 8:32, 9 മണിക്കാണ് ക്ലാസ്. നടക്കാൻ ഭയങ്കര തണുപ്പാണ്. വ്യൂ കാണിച്ചത് ഇവിടെ അടുത്തുള്ള ചെടി ഒഴികെ അങ്ങോട്ടൊന്നും കാണൂല. നമ്മൾ ഫസ്റ്റ് അയ്യോ ക്ലാസ്സിൽ വരില്ല. എന്താണ് ക്ലാസ്? പക്ഷെ ഇവിടെ ആരുമില്ല. ചമ്മി പോയോ? ക്ലാസ് ഉണ്ടോ? ടീച്ചേഴ്സ് ലീവ് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇന്ന് ആക്ച്വലി ഫസ്റ്റ് ക്ലാസ് എടുക്കേണ്ട സാറ് ലീവാണ്. അപ്പം കുട്ടികളൊന്നും എത്തിയിട്ടില്ല. കുറച്ച് പേര് വന്നവരൊക്കെ പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഇനി അടുത്ത ക്ലാസ് കയറിയാൽ മതി. അപ്പോൾ പ്രാക്ടിക്കലായതുകൊണ്ട് പെത്തോളജി മാം ഞങ്ങളെ ഫീൽഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പം ഈ തണുപ്പത്ത് ഫീൽഡിൽ നടക്കാണ്. ഗെയിം കളിക്കണോ? അല്ല, വീഡിയോ എടുക്കുന്നു. സെയിം ഫേസ് കട്ട്. നമ്മള് സ്ലോയാ. ഇല്ലല്ലോ. This is കരിമ്പ്. 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 ഇല്ലല്ലോ ഇവർക്ക് റായുള്ളൂടാ. കരിമ്പ്. ടച്ച് ഹിയർ. സായി സൂരജിന് രായില്ലയോ? സായി സൂരജ്. യു സേ യുവർ നെയിം? സായി സൂരജ്. അത് റജ്ജാണ്, സൂരജ്. ഓക്കെ, എന്നാ ഈ മലയാളത്തില് വാക്കുള്ളതാണ് പ്രശ്നം. രായില്ലല്ലോ. അതാ വെച്ചിട്ട് സാരി വരുന്നുണ്ട്. സാരി
കരിമ്പ് 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 അതിന് അത് പറയുന്നേ. ഇതെന്തോ പാഠമാണ് ഗൈസ്. ഇതെന്ത് പാഠമാണെന്ന് അറിയില്ല ഗൈസ്. तेरा स्टोरेज फुल ऐसे होगा ना? तेरा स्टोरेज फुल ऐसे होगा ना पूरा? क्या? तेरा स्टोरेज फुल ऐसे होगा ना? नहीं, मेरा ऐसे ही था तो मैंने उसको लैपटॉप में डाल दिया. കരിമ്പ് എന്നാലും റായാണല്ലോ വരുന്നത്. 6 hours later. എന്നാ അത് വെച്ച് അഡ്ജസ്റ്റ് വിത്ത് ദാറ്റ്. കരിമ്പ് ഇത് പുകയാണ്, ഇത് പാടാണ്. ഇതിൽ വെള്ളം പോകുന്നതിൻ്റെ മേലെ കൂടെ പോകാം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, കാരണം കാണാൻ പറ്റൂല. പിള്ളേർക്ക് കളിക്കാനുള്ള പാടാണ് ഇത്. ഇത് ഇവിടുത്തെ ഫാമേഴ്സിന്റെ ആയിരിക്കും. ദിസ് ഇസ് നോട്ട് ഫുള്ളി LP പ്രോപ്പർട്ടി. പിള്ളേരിങ്ങനെ എടുക്കാൻ പാടില്ല. സൺഫ്ലവർ അല്ലേ? അല്ലല്ലോ, അതെന്താണ്? ഏത് ആ മഞ്ഞ കടുവല്ലോ? അല്ല, അതിന്റെ ബാക്കിലുള്ള കുന്തം പോലെക്കുന്ന സൺഫ്ലവറിനൊക്കെ ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞാണല്ലോ പറഞ്ഞോളെ. ദിസ് ഇസ് യോയോ സായി സുരജ്. ദിസ് ഇസ് യോയോ നന്ദന. അയ്യോ, എൻ്റെ ഭയങ്കര സൂമിങ് ആയിരിക്കും. അങ്ങനെ സൂം ചെയ്യല്ലേ? അല്ല, ഞാൻ മൊബൈൽ അങ്ങോട്ടും പിടിച്ച സ്ക്രീൻ കാണാൻ. ഭയങ്കര ഫോട്ടോഗ്രാഫിക്കാരോ. ശുഭം കുമാർ സിംഗ്. I don't know. Not clear. That's why you can't see. It was there. കപ്പേ കപ്പേ കല്ലറി. അതാ ഞങ്ങളിവിടെ ഒരു വലിയ തവളേനെ കണ്ടിരുന്നു. തെലുഗുവില് തവളേനെ കപ്പാന്നാ വിളിക്കുക. അപ്പൊ കപ്പേന്ന് വിളിച്ചു നോക്കിയിരുന്നു. Tiger like spots. എപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കണമെന്ന് വിചാരിക്കുന്ന സമയത്തും എന്തെങ്കിലും കാരണം വെച്ച് എൻ്റെ മൊബൈലിൻ്റെ ചാർജ് ഇന്ന് ചാർജ് കുത്താൻ വിട്ടുപോയി. ഇനി മുഴുവനുള്ള ദിവസം ഞാൻ എന്തായാലും വ്ളോഗ് എടുക്കുമെന്ന് വെച്ച് നിന്നതാ. അന്നെന്താ പറ്റിയെന്ന് വെച്ചാൽ മൊബൈല് പുതിയ അഡാപ്റ്ററിൻ്റെ ഫ്യൂസ് അടിച്ചുപോയി എന്നാ ഞാൻ വിചാരിച്ചു. എന്നിട്ട് ഫ്യൂസ് പുതിയ വാങ്ങാനൊക്കെ വിചാരിച്ചത്. പിന്നെയാണ് മനസ്സിലായത് അത് ഫ്യൂസ് അടിച്ചു പോയല്ല, അതിൻ്റെ വയറിൽ കയറുണ്ടാവും. ഇനിയിപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇത് ഞങ്ങൾ സ്ഥിരം കടയാണ്. കുറച്ച് കുക്കിംഗ് ചെയ്യാനുള്ള ഭാഗമായിട്ട് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വാങ്ങാമെന്ന് വെച്ചു. മാർക്കറ്റിൽ പോയിട്ട് ഇത്രയും പച്ചക്കറികളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം ലെൻസ്കാർട്ടിൻ്റെ ഷോറൂമിലോട്ട് പോവാണ്. ഇത് ബില്ലിങ്ങിൽ ചെറിയൊരു എന്താ മിസ്റ്റേക്ക് വന്നിനോ എന്നറിയാൻ വേണ്ടി 2 ഗ്ലാസ്സസ് വാങ്ങിയിരുന്നു. അതിൽ 1 ഡെലിവർ ആയുള്ളൂ. അപ്പോൾ 1 എന്തായി എന്നറിയാൻ വേണ്ടിയിട്ട് നടക്കുക. ഇരുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇരുട്ടാവാൻ മാത്രമുള്ള സമയമായിട്ടില്ല. ഫോക്കസ് ആവും. 6:30 ആയിട്ടേ ഉള്ളൂ. ഫോക്കസ് ആവുന്നില്ല. 6:30 ആയിട്ടേ ഉള്ളൂ. അപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. ഇപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് മെയിൻ ബംഗ ചണ്ഡീഗഡ് റോഡാണ്. ഇതിൽ കൂടെ പോയാലാണ് ചണ്ഡീഗഡ് എത്തുക. എനിക്ക് വന്ന ഈ തണുപ്പ് കാരണം ഫോഗുകളുണ്ട്. സാധാരണ ഒരു ഇങ്ങനത്തെ ഗ്ലെയർ ടൈപ്പ് വീഡിയോ വരേണ്ടതല്ല, പക്ഷെ ഇപ്പം നന്നായിട്ട് ഗ്ലെയർ അടിക്കുന്നുണ്ട്. അവിടെ കുറേ നടക്കാറുണ്ട്. ഓക്കെ, നടക്കാണ്.
ആസ് യൂഷ്വൽ എൻ്റെ മൊബൈലിൽ ഇപ്പം ചാർജ് ഇല്ല. വീട്ടിൽ കയറി ഒന്ന് ഇത്തിരി നേരം ചാർജ് ചെയ്തു. ഒരു 8%, ഇപ്പോൾ ഒരു 9% ആക്കിയിരുന്നു. ഇപ്പം ഒരു 8% ആയി. പറ്റുന്നത്ര ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കാം. കഴിഞ്ഞിട്ട് എന്താവും നമുക്ക് നോക്കാം. ഇനി സൗണ്ട് ക്ലാരിറ്റി എത്ര ഉണ്ടെന്നോ എനിക്കറിയില്ല. ഞാൻ മൈക്രോഫോണൊന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് സാധാ മൊബൈലിൻ്റെ മൈക്രോഫോൺ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്ന. ഒരു ടെസ്റ്റ് ബേസിസിലാണ് ഇപ്പോൾ ഈ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ മോഡിഫിക്കേഷൻ ഞങ്ങൾ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടിയിട്ട് ചെയ്യുന്നതായിരിക്കും. അതുവരെ നിങ്ങളിത് അതെ മറ്റേ അങ്ങനെ ഒരു വിൻഷീൽഡൊക്കെ വാങ്ങിച്ചതിന് പിടിപ്പിക്കണം. നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ തന്ന് എല്ലാ റവന്യൂ വന്നു കഴിഞ്ഞാൽ ആ പൈസ വെച്ച് ഞാൻ വാങ്ങിയിട്ട് കൂട്ടി നല്ല ശരിയാക്കി തരാം. അതുവരെ പഞ്ചാബിലത്തെ സാധനം കാണണമെങ്കിൽ ഞാൻ പഞ്ചാബത്തെ പോകുന്നതിന് മുന്നേ എനിക്ക് 1K സബ്സ്ക്രൈബേഴ്സൊക്കെ തരണം. ഇത് ഇവിടെ ലോഡി എന്ന് പറഞ്ഞൊരു ഫെസ്റ്റിവൽ ഉണ്ട്. പഞ്ചാബ് കാപ്ന ഫെസ്റ്റിവൽ എന്നൊക്കെ അവർ പറയുന്ന സാധനമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കുറേ വീടുകൾക്ക് ഇങ്ങനെ ഡെക്കറേഷൻ. ഇതിപ്പോൾ ഞങ്ങൾ ലെൻസ്കാർട്ടിൻ്റെ ഷോറൂമിലോട്ട് എത്തി. പോയിട്ട് എന്തായി എന്ന് ഞാൻ പിന്നെ പറഞ്ഞു. अच्छा हम आपको बता देते कहाँ पे, ये भी आ जाएगा. डिस्पैच है सर, ये भी आपको कल तक डिलीवर होगा. अच्छा हो जाएगा. ये ट्रैक करने का कुछ है जिस पे आपने बनाया था वो नंबर है आपके पास? അവര് ഒരു കാർഡ് തന്നു. ബാറ്ററി ഈസ് ടു ലോ, സോ ഒരു കാണിക്ക് ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ മൊബൈലിൽ ബാറ്ററി 2 ലോ ആയതുകൊണ്ട് വിസിറ്റിംഗ് കാർഡ് തന്നു. നല്ല കസ്റ്റമർ സർവീസ് ആയിരുന്നു ലെൻസ്കാർട്ടിൻ്റെ. അവിടെ ജസ്റ്റ് നമ്മുടെ എന്താ പറയുക രജിസ്റ്റേർഡ് ഫോൺ നമ്പർ അടിച്ചു കൊടുത്തപ്പം അതിൻ്റെ ഫുൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടി. അപ്പം അതിൽ ഒന്ന് ഡെലിവേർഡായി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട് ഡിസ്പാച്ച്. മറ്റ് ഡെലിവേർഡായി എന്ന് പറഞ്ഞിട്ട് ഫുൾ ഫ്ലോ ചാർട്ട് പോലെ കാണിക്കുന്നുണ്ടായിരുന്നു. മറ്റേത് ഡിസ്പാച്ച് ആയിട്ടേ ഉള്ളൂ, നാളെ കിട്ടും എന്ന് അതിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ എന്താ പറയുക കസ്റ്റമർ സർവീസ് നല്ലതായതിൻ്റെ ഭാഗമായിട്ട് അവർ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അവരുടെ വിസിറ്റിംഗ് കാർഡ് തന്നു. പിന്നെ തിരിച്ച് വീട്ടിലോട്ട് നടക്കുകയാണ്. അത്ര അപ്പം വീട്ടിലോട്ട് നടക്കുക. ഇത് GB എന്ന് പറഞ്ഞൊരു അത്യാവശ്യം നല്ല ഫേമസ് ഹോസ്പിറ്റലാണ്. വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലാണ്. നടന്നുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി അവിടെ പോകുന്നതിൻ്റെ മുന്നേ ആദ്യം ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് അവിടുത്തെ നമ്പർ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊക്കെ വിളിച്ചു നോക്കാമെന്ന് വെച്ചാൽ. അപ്പം ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് മറ്റേ കോൾ ടു മറ്റേ +1 +2 എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞു, അവരുടെ അത് പറഞ്ഞു, ഷോറൂമിൽ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കാണിക്കുന്ന നമ്പർ ഇപ്പം വാലിഡ് അല്ല, അതുകൊണ്ട് നിങ്ങൾ വിസിറ്റിംഗ് കാർഡ് എടുക്കുക, വിസിറ്റിംഗ് കാർഡിൽ വിളിച്ചാൽ കിട്ടും, ഇവിടെ കഷ്ടപ്പെട്ട് വരണമെന്ന് പറഞ്ഞു. അപ്പം ഏകദേശം നിങ്ങൾക്ക് എന്നെ കാണില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ ഞങ്ങൾ സാധാരണ വിശക്കുമ്പോൾ വരുന്ന കഫേയാണ് ഗൈസ്. BSS കഫേ. ഓക്കെ, BMS കഫേ. ആക്ച്വലി BSS എന്ന് പറയുന്ന കഫേ വേറെ ഉണ്ട്. അപ്പോൾ രണ്ടും കൂടെ മാറിപ്പം ഞാൻ വീട്ടിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ വിളിച്ചിട്ട് BSS കാരുടെ അടുത്ത് BMS അല്ലേ വയ്ക്കും. അപ്പം നോ മാം ദിസ് ഇസ് BSS എന്ന് പറയും.